വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, പാർലമെന്റ് സെഷൻ അവസാനിക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അവർക്ക് ഈ FCRA നിയമം അതെന്തായി തീരും, ഈ സെഷനിൽ അത് കൊണ്ടുവരില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. കാരണം FCRA എന്ന് പറയുന്ന രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബില്ലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് FCRA എന്ന് പറയുന്ന ഒരു സാധാരണ ബില്ല് പോലെയാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. FCRA നിയമം വരുമ്പോൾ ലോക രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. പല ക്രിസ്ത്യൻ രാജ്യങ്ങളും FCRA ബില്ല് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ FCRA ബില്ല് കൊണ്ടുവരാൻ പാടില്ല. അമേരിക്കയിലെ തന്നെ പല പ്രമുഖ JD വാൻസ് അടക്കമുള്ളവർ പറയുന്നു, ഈ മാർക്കോ റുബിയോ അടക്കമുള്ളവർ പറയുന്നു, റൈലി എമ്മൂർ അടക്കമുള്ളവർ പറയുന്നത് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം തന്നെ തകരാറിലാവും നിങ്ങൾ FCRA ബില്ല് കൊണ്ടുവന്നാൽ എന്നാണ് അവർ പറയുന്നത്. എന്തിനു ഒരു കാര്യം പറയുന്നു, FCRA ബില്ല് അവതരിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൻ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ട്രംപ് എണ്ണ വാങ്ങിക്കേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ലിബറൽസ് പറയുന്നത് ട്രംപിന്റെ മുമ്പിൽ നരേന്ദ്രമോദി കീഴടങ്ങി എന്നാണ് പറയുന്നത്. എന്നാൽ അതേ ട്രംപ് തന്നെ പറയുന്നു FCRA നിങ്ങൾ നടപ്പിലാക്കരുത് എന്ന് പറയുമ്പോൾ ഇതേ ലിബറൽസ് പറയേണ്ടത് എന്താണ്? ട്രംപിന്റെ മുമ്പിൽ കീഴടങ്ങരുത് മോദി, നിങ്ങൾ FCRA നടപ്പിലാക്കൂ എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഈ ലിബറൽസ് പറയുന്നത് ട്രംപ് പോലും പറയുന്നു FCRA നടപ്പിലാക്കരുത്, അപ്പൊ അവർ ട്രംപിന്റെ കൂടെയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. റൈലി എമ്മൂർ അടക്കമുള്ളവർ പറയുന്നത് ക്രിസ്ത്യൻസ് ഹാവ് ബീൻ India since St. Thomas the Apostle traveled to the Malabar coast just decades after the resurrection of our Lord Jesus Christ. But despite this long Christian history, India's parliament is considering amending foreign contribution regulation amendment rules to permit government takeovers of churches and religious charities. This is a clear attack against Christians. If this bill proceeds in this way, it would be a point of major concern in our bilateral relationship with India. എന്നാണ് ഇയാൾ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇയാൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ ഈ ബില്ലിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ലോഡ് പള്ളിയിൽ അച്ഛന്മാർ വന്ന് സ്റ്റാലിന്റെ കഴുത്തിൽ മാല അണിയിക്കുന്നു, സ്റ്റാലിന് ബൈബിൾ കൊടുക്കുന്നു, അങ്ങനെ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഈ നാട്ടിൽ നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ FCRA ബില്ല് വരേണ്ടത് അനിവാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല ആൾക്കാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അനോണിമസ് ആയിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. അമിത്ഷാ FCRA ബില്ല് കൊണ്ടുവരാത്തത് അമേരിക്കൻ സമ്മർദ്ദം കൊണ്ടാണ്, അമിത്ഷാ ഇത് കൊണ്ടുവരാത്തത് ഈ പള്ളിയിലച്ചന്മാരുമായിട്ട് നെഗോഷിയേഷൻ നടക്കുകയാണ്, FCRA ബില്ലിൽ അമിത്ഷാ വെള്ളം ചേർക്കാൻ പോകും എന്നൊക്കെ പറയുന്ന വേറൊരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ അമിത്ഷാ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ വരാത്തത്? വിജയേട്ടാ, FCRA ബില്ല് ഇത്തവണ കൊണ്ടുവരില്ലേ? പേടിച്ചു പോയോ അമിത്ഷാ? എന്താ തോന്നുന്നു? ഏറ്റവും വലിയൊരു കള്ളത്തരമാണ് ഈ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ നാളായിട്ട് പടച്ചുവിടുന്നത്. എന്തുകൊണ്ടോ അതിനെ എതിർക്കേണ്ടവർ പോലും അത് പറയുന്നില്ല. അമിത്ഷാ പാർലമെന്റിൽ വരുന്നില്ല എന്നാണ് ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മാധ്യമങ്ങളടക്കം. പക്ഷെ ഇന്ന് അമിത്ഷാ ഞാൻ മറുപടിയുമായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം പോലും പാർലമെന്റിൽ വരാത്ത ദിവസമില്ല. എല്ലാ ദിവസവും അദ്ദേഹം പാർലമെന്റിൽ എത്തുന്നുമുണ്ട്, അദ്ദേഹത്തിന്റെ ചേംബറിൽ അദ്ദേഹം ഇരിക്കുന്നുമുണ്ട്. പക്ഷെ ഈ പാർലമെന്റ് തുടങ്ങി കഴിയുമ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ ബഹളം കാരണം പാർലമെന്റ് പിരിയുകയാണ്. ആദ്യം ഉച്ചയ്ക്ക് 2 മണി വരെ പിരിയും, പിന്നീട് അന്നത്തെ ദിവസം അങ്ങ് പിരിയും. ഈ പിരിയുന്ന സഭയിലേക്ക് അമിത്ഷാ എന്തിനു വരണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഞാൻ പാർലമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സഭ പിരിയുകയാണ്, ഞാൻ പാർലമെന്റിൽ തന്നെ ഉണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും പാർലമെന്റിൽ തന്നെ ഉണ്ട്. അത് മാധ്യമങ്ങൾക്ക് അറിയാൻ പാടില്ല വെച്ചിട്ടല്ല, മാധ്യമങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഇവിടെ ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് അമിത്ഷാ പാർലമെന്റിൽ ഇല്ല, പാർലമെന്റിൽ വരുന്നില്ല, പേടിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. എന്തൊരു ഈ കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഈ ഒരു കാലത്തൊന്നും കള്ളം പറയാൻ കഴിയില്ല. കാരണം ഇതൊരു വിവരാവകാശ രേഖ, ഒരു പൗരൻ 10 രൂപ അടച്ച് ഒരു വിവരാവകാശ രേഖ വെച്ചാൽ നമുക്ക് രേഖ കിട്ടും. അമിത്ഷാ പാർലമെന്റിൽ ഇന്ന കാലയളവ് തൊട്ട് ഇന്ന ദിവസം വരെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതൊരു സാധാരണപ്പെട്ട പൗരനും വിവരങ്ങൾ കിട്ടുന്ന ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അസത്യം പടച്ചുവിടുന്നത്. അമിത്ഷാ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇന്നാണ് FCRA ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരും എന്ന് നേരത്തെ മുതൽ പറഞ്ഞു കേട്ടിരുന്ന ദിവസമാണ് ഇന്ന്. ഇന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന് 3 മണി മുതൽ നാളെ 3 മണി വരെ ഞാൻ വരാം, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം നൽകാൻ തയ്യാറാണ്. ഇപ്പോൾ എന്താണ് പ്രതിപക്ഷം ഇപ്പൊ പറയുന്നത്? ലേറ്റസ്റ്റ് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും പുതിയതായിട്ട് കണ്ട വാർത്ത, പ്രതിപക്ഷം പറയുന്നത് അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലെന്ന്. ഇവിടെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അമിത്ഷാ മറുപടി പറയൂ, എവിടെ അമിത്ഷാ, വരൂ, ഓടി ഒളിച്ചു, ഇങ്ങോട്ട് വരൂ, ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ പുള്ളി മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലെന്ന്. അതായത് എന്താ പറയുന്നത്, നമ്മൾ ഈ മലയാളത്തിൽ പറഞ്ഞത് പട്ടി വിട്ട് തിന്നത്തൂല പശുവിനെ കൊണ്ട് തീറ്റിക്കത്തൂല എന്ന് പറയുന്നത് ഇവർക്ക് ഇത് അലമ്പാക്കി കളയണം. അതായത് പാർലമെന്റ്, കാരണം ഈ പാർലമെന്റിൽ നിന്നിട്ട് ഇവർ ഈ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് വന്നിട്ട് കൃത്യമായി മറുപടി കൊടുക്കും. അത് കേൾക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കില്ല. അതുകൊണ്ടാണ് ശ്രീ കിരൺ റിഡ്ജു പറഞ്ഞത്, രാഹുൽ ഇവിടെ തന്നെ കാണില്ലേ, അമിത്ഷാ വരും മറുപടി പറയാൻ, ഇവിടെ തന്നെ കാണണം, പോകരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേന് ഇപ്പൊ കോൺഗ്രസ് കാരണം എന്ന് വെച്ചാല് ഇവര് മറുപടി പറയുമ്പോൾ അത് ഇവർക്ക് പറ്റില്ല. ഇവർ പറയുന്ന ആരോപണങ്ങളെല്ലാം മൊനയൊടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്.
ഇനി FCRA തന്നെ നമ്മൾ വരാം. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ചില പള്ളിയിലച്ചന്മാരുടെ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഫേസ്ബുക്കിൽ കണ്ടു. ഇനി അവർ പറഞ്ഞതാണോ അല്ലെന്ന് എനിക്കറിയില്ല. അതിലവർ പറയുന്നത്, വിദേശ ഫണ്ടിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ കെട്ടിടങ്ങളിലും ഒന്ന് വന്ന് നോക്കൂ, ആ പൈസ ഞങ്ങൾ എന്തിനു ഉപയോഗിച്ചു. നമ്മളാണോ നോക്കേണ്ടത്? അതിനൊക്കെ നമ്മുടെ രാജ്യത്തൊരു അതോറിറ്റി ഇല്ലേ? അവരെ കണക്ക് ഏൽപ്പിച്ചാൽ പോരെ. നമ്മളെ കാണിക്കും ഫേസ്ബുക്കിലാണോ ഇതിന്റെ ITR കൊടുക്കുന്നത്? അല്ലല്ലോ. ഈ രാജ്യത്ത് പെട്ടിക്കട നടത്തുന്ന പോലും വർഷാവർഷം ITR അടയ്ക്കണം. നമ്മളും അടയ്ക്കുന്നുണ്ട് ITR. ഒരു വ്യക്തി പോലും ITR അടയ്ക്കുന്ന ഈ രാജ്യത്ത് FCRA കണക്ക് ഒരു സംവിധാനം വന്നിട്ട് കണക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണത്? ഒരു ന്യായം വേണ്ട എന്തിനും. എന്നിട്ട് പറയുന്നത് എന്താ അറിയാം, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഒരു നിമിഷം നിങ്ങളൊന്ന് വന്നു നോക്കൂ, ഫേസ്ബുക്കിൽ കൂടെ ആഹ്വാനം ചെയ്യുക. ഈ ഫേസ്ബുക്കിൽ ഇരിക്കുന്നവരാണോ ഈ രാജ്യത്ത് ക്ലിയറൻസ് കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എപ്പോഴും ക്ലിയറൻസ് കിട്ടിയാലും. അപ്പൊ അങ്ങനെയല്ല, അത് അങ്ങനെ ഞഞ്ഞാപിഞ്ഞല്ല പറയേണ്ടത്. ചോദിക്കുന്ന ഒരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് വരുന്ന ഫണ്ടിന്റെ കണക്കും കാര്യങ്ങളും ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കുക. അവിടെ തീർന്നു സംഭവം. നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ നാഴിക്ക് 40 വട്ടം പത്രങ്ങളിൽ കൂടെ പറയുന്നുണ്ട്, ചാനലിൽ കൂടെ പറയുന്നുണ്ട്, യൂട്യൂബിൽ കൂടെ പറയുന്നുണ്ട്, പലതിൽ കൂടെ പറയുന്നുണ്ട്. ഇവിടെ ഈ വിവരങ്ങൾ നിങ്ങൾ അവിടെ എന്താ പറഞ്ഞാല്? ഞാൻ ചോദിച്ചോട്ടെ, ഞാനിപ്പം എനിക്ക് സാമ്പത്തിക വരുമാനമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ എനിക്കൊരു 100 ലൈക്കെങ്കിലും കുറഞ്ഞു കിട്ടും. അത് ഒരു 19 ഒരു കമന്റും കിട്ടും, കൊള്ളാം നിങ്ങൾക്കില്ല. അവർ അംഗീകരിച്ചാൽ മതിയോ? ITR അടയ്ക്കണ്ടേ? കേന്ദ്ര സർക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ എനിക്ക് ഇത്രയും പേരുടെ അനുമതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതിയോ? ഇതാണ് ഇവരുടെ ഒരു പരിപാടി. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിനകത്തൊരു വലിയ സാധനമുണ്ട്. കാരണം ഈ നമ്മുടെ രാജ്യത്തിന്റെ 0.5 എന്ന് പറഞ്ഞ ശത്രുക്കളിനകത്ത് ഒരു വലിയ വിഭാഗം ഇത് കണക്കുള്ള ചില നവസഭകളും ഇത് കണക്കുള്ള കൾട്ട് മതങ്ങളും ഇങ്ങനെയുള്ള മതങ്ങളുടെ ഒരു വലിയ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറുള്ള 0.5 ആണ്. അതിലുള്ളത് തീവ്ര ഇസ്ലാമിസ്റ്റുകളായിരുന്നു. അവരുടെ ഒരു അഴിഞ്ഞാട്ടത്തിന് ഒരു പരിധി വരെ തടയിടാൻ ഈ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. രണ്ടാമത്തേത് നക്സൽ, അതുപോലെ തന്നെ ഈ പറയുന്ന നവസഭ, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മതങ്ങളുണ്ടല്ലോ, മതമൗലികവാദ സംഘടന. ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെക്കാൾ കുറച്ചുകൂടെ ഭീകരമാണ് ഇവര്. മുൻകാലങ്ങളിൽ ഇവർ ഈ വികസന പ്രവർത്തനങ്ങൾ തടയാനായിട്ട് തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതൊരു പരിധിവരെ ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവർ മറ്റു രൂപത്തിൽ ഇറങ്ങിയിരുന്നു. ഇവരുടെ ഏറ്റവും വലിയൊരു നട്ടല്ലായിരുന്നു നക്സലിസത്തിന്റെ. ഇതിന്റെ മറവിലായിരുന്നു ഇതിന്റെ ഒരു മൊത്ത കച്ചവടം നടന്നിരുന്നത്. ഈ ഫണ്ട് വരുന്നു, നക്സലുകൾക്ക് മറിച്ചു കൊടുക്കുന്നു, ഒപ്പം തന്നെ മതപരിവർത്തനം നടക്കുന്നു. കാരണം ഈ നക്സലുകളുടെ ഏരിയകൾ ഈ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരം ഏൽക്കുമ്പോൾ തന്നെ 120ഓളം ജില്ലകൾ നക്സൽ ബാധിത, നക്സലുകളുടെ പിടിയിലായിരുന്ന ജില്ലകളാണ്. അവിടെ ഒന്നും പോലീസിനോ പട്ടാളത്തിനൊന്നും കടന്നു ചെല്ലാൻ കഴിയില്ലായിരുന്നു. അവിടെ ഒരു വികസന പ്രവർത്തനം നടക്കില്ല. ഇന്ന് അതെല്ലാം മോചിപ്പിച്ച് ഇന്ത്യയിൽ 2026 മാർച്ച് 30 നക്സൽ രഹിതമാക്കി. അവിടത്തേക്ക് ഉള്ള അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. അപ്പൊ നക്സലിസം പൂർണ്ണമായി ആ നിരോധനം ഇല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയത് പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ പുറത്തു നിന്നുള്ള ഫണ്ട് വരവ് തടയേണ്ടതുണ്ട്. അതിൽ ഈ ക്രിസ്ത്യൻ സഭകൾ മാത്രമല്ല, അവർ വളരെ കുറച്ചേ ഉള്ളൂ ധനുഷ്. അതാണ് രസം. ഈ FCRA ഇതിൽ വഴി ഫണ്ട് വരുന്ന രാജ്യത്തെ അനവധി NGOകളുണ്ട്. അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ ക്രിസ്ത്യൻ സംഘടനകളുള്ളത്. ഈ സഭയുടെ നേതൃത്വത്തിൽ വരുന്നവരുടെ അല്ല, ഇവരുടെയൊക്കെ പേരുള്ള ചാരിറ്റി സംഘടനകളും NGOകളുമാണിത്. അല്ലാതെ ഇപ്പൊ കാത്തലിക് സഭയ്ക്കോ ഇല്ലെങ്കിൽ ഇന്ന സഭയ്ക്കോ ഒന്നും അല്ല ഈ സാധനം വരുന്നത്. അപ്പം ഇത് വളരെ കുറച്ചുള്ളൂ. ഇത് തന്നെ അമിത്ഷാ പറഞ്ഞതാണ്, നിങ്ങൾ ഇതിൽ 0.3% മാത്രമേ വരുന്നുള്ളൂ 100-ല്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? പഞ്ചാബിൽ വരുന്നുണ്ട്, ഹിന്ദുക്കളുടേതാണ് ഏറ്റവും കൂടുതൽ സംഘടന, ഹിന്ദുക്കളുടേതാണ് ഏറ്റവും കൂടുതൽ. ഹിന്ദുക്കളുടെ എന്ന് പറയുമ്പോൾ ഈ ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും RSSന്റെയും വിശ്വഹിന്ദുപക്ഷത്തിനും. അല്ല, RSSനും വിശ്വഹിന്ദുപക്ഷത്തിനും എതിർപ്പ് ഉള്ള ഒരുപാട് ഹിന്ദു സംഘടനകൾ ഈ രാജ്യത്തുണ്ട്. അവരുടേതായ പോളിസിയിലാണ്. ഇപ്പൊ ഹിന്ദു മഹാസഭയൊക്കെ ഉണ്ട്, അവർക്ക് ഫണ്ട് വരുന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ അങ്ങനെ 10,000-കണക്കിന് സംഘടന, സിഖുകാരുടെ സംഘടനയുണ്ട്, ജൈനന്മാരുടെ ഇതൊക്കെ പോട്ടെ. ഇനിയിപ്പോ മതപരമായ സംഘടന പോട്ടെ, പരിസ്ഥിതി സംഘടനകളില്ലേ, പിന്നെ മനുഷ്യാവകാശ സംഘടനകളില്ലേ, പിന്നെ എന്താണ് പാവങ്ങളുടെ ഇത് മാറ്റുന്നതിനോട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയില്ലേ, അങ്ങനെ എന്തൊക്കെ സംഘടനകളാണ് ഈ രാജ്യത്തുള്ളത്. അവർക്കൊന്നും ഈ പ്രശ്നമില്ല, അവർക്ക് ആർക്കും ഇതിലില്ല. ഇനി മുസ്ലിങ്ങൾക്ക് ഈ FCRA വരുമ്പോ അവർക്ക് പ്രശ്നമില്ലേ? അവന്മാർക്ക് ഫണ്ട് വരുന്നില്ലേ? ഇതുവരെ അവർക്ക് ഇഷ്ടംപോലെ ഫണ്ട്, അവർക്ക് നല്ല രീതിയിൽ ഫണ്ട് വരുന്നുണ്ട് ധനുഷേ. അവർക്ക് പ്രശ്നമില്ല. സിഖുകാർക്ക് പ്രശ്നമില്ല, ജൈനന്മാർക്ക് പ്രശ്നമില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ സംഘടനകളുള്ള ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല. സത്യത്തിൽ അവരാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2016 മറ്റാണ് അമൃതാനന്ദമയുടെ ഒരു കീഴിലുള്ള ഒരു സംഘം, എനിക്ക് കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഏതോ ഒരു മഠത്തിന് അവരുടെ FCRA ലൈസൻസ് റദ്ദ് ചെയ്ത് കളഞ്ഞു. വിശ്വഹിന്ദുപക്ഷത്തിന്റെ കീഴിലുള്ള 4 റദ്ദ് ചെയ്ത് കളഞ്ഞു. അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ കളഞ്ഞു. അമൃതാനന്ദമയുടെ മഠം കേരളത്തിൽ ചെറുതാണോ? അത്യാവശ്യം അവര് ആളെ വിളിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ശക്തി തെളിയിക്കേണ്ടൊക്കെ കരുത്ത് അവരുടെ ഈ ഡിവോട്ടീസിനുണ്ട്.
അത്യാവശ്യം എല്ലായിടത്തും അവർക്ക് ബ്രാഞ്ചസുകൾ ഉള്ളതാണ്. അപ്പം അവരെന്താ ചെറുതാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ടീമുകൾ എന്താ ചെറുതാണ്, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറയുന്ന ചെറിയ ടീമാണ്. അല്ല, അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകത്ത് നേരെ നമുക്ക് കണക്ക് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ലൈസൻസ് റദ്ദ് ചെയ്തത്. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ITR നമ്മൾ ഫയൽ ചെയ്യുന്നു. ITRൽ എന്തെങ്കിലും ക്രമക്കേട് വന്നാൽ എന്തായിരിക്കും സാധാരണ ചെയ്യുന്നത്? അവർ ഫൈൻ അടയ്ക്കും, ഇല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നമ്മൾ ബോധിപ്പിക്കണം, അല്ലേ? തെറ്റുപറ്റിയത് നമ്മുടെ ഭാഗത്തല്ലേ? അപ്പൊ നമ്മൾ അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കും, ഇതിങ്ങനെയാണ്. ഇല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടത് പിഴ അടയ്ക്കാറുണ്ട്. ഇങ്ങനെയല്ലേ പോകുന്നത്? ഒരു ദിവസം താമസിച്ച പോലും പിഴയില്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യവസ്ഥാപിതമായ നിയമം അട്ടിമറിച്ചുകൊണ്ട് ഇവർക്ക് മാത്രമാണ് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം പലരും ചോദിക്കുന്നത് FCR വരുമെന്ന്. വരും, 100% വരും, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നൊരു വിവരം, ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കും. അവതരിപ്പിച്ചതിന് ശേഷം ഇവിടെയും BJPയുടെ, ഞാൻ ഇവിടെയൊക്കെയാണ് BJPയുടെ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നത് കേട്ടോ. BJPക്കാർക്ക് ഇത് വേണമെങ്കിൽ ഇത് 3/2 ഭൂരിപക്ഷമൊന്നും വേണ്ട. ഇത് അമെന്റ്മെന്റ് ആണ്, ബില്ല് പുതിയതായിട്ട് കൊണ്ടുവരികയല്ല, അമെന്റ്മെന്റ് ബില്ലാണ്. അപ്പോൾ ആ അമെന്റ്മെന്റ് ബില്ലിനകത്ത് ഇവർക്ക് 3/2 ഭൂരിപക്ഷം ഒന്നും വേണ്ട, കേവല ഭൂരിപക്ഷം മതി. അത് ഇവർക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ അവരെന്നിട്ട് ഒരു മാന്യത കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, ഇവരിപ്പോ ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇത് JPCക്ക് വിടാനൊരു തീരുമാനമാണ്. ഇതിൽ കുറച്ച് അച്ഛന്മാര് പറയുന്നുണ്ട് JPCക്ക് വിടെന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് പറയുന്നുണ്ട് വിടണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ FCR ബില്ലിനെ എതിർക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും DMKയും ഒക്കെ പറയുന്നത് JPCക്ക് വിടണ്ടെന്ന്. അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഇതിനകത്തുള്ള ഒരു പോം വഴി, ശരി, ഒരു സംയുക്ത പാർലമെന്ററി ബോർഡ് അന്വേഷിക്കട്ടെ. എല്ലാ ബില്ലുകളും അങ്ങനെയല്ലേ, വൺ കൺട്രി വൺ നേഷൻ, അല്ല വൺ നേഷൻ വൺ എന്താണ് ഇലക്ഷന്റെ ഇത് വന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഇത് വന്നപ്പോ നമ്മൾ JPCക്ക് അല്ലേ വിട്ടത്. അതേപോലെ ഇത് വിടാവല്ലോ, അവിടെ അത് ചർച്ച ചെയ്യട്ടെ, അതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മാറ്റട്ടെ, ഇല്ലെങ്കിൽ അതിനകത്ത് ക്ലാരിഫിക്കേഷൻ വേണ്ടത് നടത്തട്ടെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അതിനകത്ത്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അത് പറയുമ്പോൾ പ്രതിപക്ഷം പറയുന്നത് അറിയാം JPCക്ക് വിടണ്ടെന്ന്. അതാണ് വലിയ രസം ഇതിനകത്ത് കുറച്ച് അച്ഛന്മാർ, ഇപ്പൊ ബോംബെയിലെ ഉണ്ട് ഈ രൂപതയുടെ ഒരു അധ്യക്ഷനുണ്ട്, അദ്ദേഹം പറയുന്നത് JPCക്ക് വിടണമെന്ന് പറയുന്നു. ചിലര് പറയുന്നത് JPCക്ക് വിടരുതെന്ന് പറയുന്നു. അതായത് ആത്യന്തികമായി ഇവരെല്ലാം ഒരു കാര്യം പറയുന്നുണ്ട്, FCR നടപ്പാക്കണ്ട. വിജയ് പ്രമേയം പാസ്സാക്കിയാൽ അത്ഭുതമൊന്നുമില്ല, കാരണം വിജയ്ക്ക് അത് വന്നു കഴിഞ്ഞാൽ വിജയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വിജയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇത് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പേര് പറയുന്നു എന്നുള്ളതല്ലാതെ ഈ ഇപ്പം അവരെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്, ഈ ബില്ല് പാസ്സാക്കാൻ സിമ്പിൾ ആണ്. ഇപ്പൊ അതിന് വലിയ ഈ കോൺഗ്രസിന് സപ്പോർട്ട് വേണമെന്നില്ല, വേറെ ആരുടെ വേണമെന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്ര സിമ്പിൾ ആയിട്ടും ഇത്ര എളുപ്പമായിട്ടും ഈ അമിത്ഷായ്ക്ക് ഇത് അമെന്റ്മെന്റ് ബില്ലാണല്ലോ, അത് ഈ JPCക്ക് വിടാതെ പാസ്സാക്കണേ, എന്തിനാണ് ഇതിങ്ങനെ വെച്ചിങ്ങനെ ഇഴച്ചുകൊണ്ടിരിക്കുന്നത് അമിത്ഷാ? അതാണ് നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാരുടെ എല്ലാം ഡൗട്ട്. അതാണ് അവരാണ് അത് ചോദിക്കുന്നത്, എന്തിനാണ് ഇത് ഇഴക്കുന്നത്? അല്ല, ഇത് ഈ പാർലമെന്റ് സമ്മേളനത്തിന് അവതരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല, അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി അവതരിപ്പിക്കുമ്പോൾ ഈ BJPക്കാരായതുകൊണ്ട് നമുക്ക് നമ്പാൻ പറ്റത്തില്ല, കാരണം ഇവന്മാര് അവതരിപ്പിച്ച് അവിടെ തന്നെ പാസ്സാക്കി എടുക്കുവോ അതോ JPCക്ക് വിടുമോ എന്നുള്ളത്. കാരണം ഇപ്പൊ ഈ പാർലമെന്റിൽ ബഹളം നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ ബഹളത്തിനിടയിൽ കൂടെ പല ബില്ലുകളും പാസ്സാക്കുന്നതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് അവര്. പിന്നെ അങ്ങനെയും സംഭവിക്കാം. പിന്നെ അവര് പറയുന്നതിനകത്തൊരു മാന്യതയുണ്ട്, JPCക്ക് വിടുമെന്ന് പറയുന്നതിന് മാന്യതയുണ്ട്. അവിടെ പോയി ഇനി ഇപ്പൊ ഈ സെഷൻ നടക്കത്തില്ല പാസ്സാക്കാൻ, അടുത്ത സെഷൻ ഉറപ്പായിട്ടും പാസ്സാകും. കാരണം ഇത് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഓരോ ഭാഗങ്ങൾ JPC സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ആ ഭാഗങ്ങളെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. ഇപ്പം ഇതിനകത്ത് ഓരോ നിയമങ്ങളുണ്ടല്ലോ, ഓരോ നിയമങ്ങളുണ്ടല്ലോ, ആ വകുപ്പുകൾ ഓരോന്നും എടുത്തിട്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ വേണമെങ്കിൽ വിളിച്ചു വരുത്താം JPC. കാരണം സ്പീക്കറാണ് അധ്യക്ഷൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകും, ബാക്കിയുള്ള കമ്മിറ്റി മെമ്പർമാരുണ്ടാകും. അപ്പോൾ അതിനകത്ത് ഇവർക്ക് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്താൻ അനുമതിയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് എന്താണ് ക്ലാരിഫിക്കേഷൻ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ചോദിക്കാൻ പറ്റും, ആ ക്ലാരിഫിക്കേഷൻ മേടിക്കാൻ പറ്റും. അങ്ങനെയല്ല നമ്മുടെ ഈ 2019 നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖർക്ക് പിന്നെ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം കൂടെ കൊണ്ടുവന്നൊരു ബില്ലായിരുന്നു, മറ്റേ ഈ പിന്നെ നമ്മുടെ ഓൺലൈൻ മീഡിയാസിന് രജിസ്ട്രേഷൻ എന്നുള്ളൊരു ബില്ലും ഒക്കെ. അപ്പൊ അത് ചർച്ച നടത്തി 73 ഭേദഗതി അതിനകത്ത് വന്നിരുന്നു. അത് മിക്കവാറും വരുമായിരിക്കും, ഇപ്പൊ വന്നില്ലെങ്കിലും ഈ വർഷമെങ്കിലും അത് വരും. അപ്പം അത് വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് അങ്ങനെ വരാം. അതിനകത്ത് പ്രശ്നം എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയാം, JPCക്ക് വിടുന്നത് ഞങ്ങൾ ഇല്ലെന്ന് പ്രതിപക്ഷം പറയുന്ന കാര്യം, ഇതിനകത്ത് കൂടുതൽ മെമ്പർമാർ BJPയുടെ, അത് സ്വാഭാവികമായി വരുന്നതാണ്. അതായത് അവരുടെ ഒരു ശതമാനക്കണക്കനുസരിച്ച്, അത് പാർലമെന്റിലും രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള പിന്നെ പാർട്ടികളുടെ എണ്ണം, ആ മെമ്പർമാരുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ഇതിനകത്ത് മെമ്പർമാരെ സെലക്ട് ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയാണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശരാശരി 30 പേരുള്ള ഒരെണ്ണത്തിനകത്ത് കഴിഞ്ഞ സമിതിയിൽ അങ്ങനെയല്ലേ ധനുഷ, കഴിഞ്ഞ സമിതിയിൽ ഏതായത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ സമിതി 31 പേരായിരുന്നു അല്ലേ, 31 പേരുടെ കമ്മിറ്റി സമിതി, അതായത് 16 പേര് BJPക്കാരായിരുന്നു, ബാക്കി എല്ലാ പാർട്ടിക്കും കോൺഗ്രസ്സുകാര്.
ഓരോരോ അതാണ് പ്രശ്നം. അവർ പറയുന്നത് നിങ്ങളുടെ തന്നെ സമിതി, നിങ്ങളുടെ അല്ലല്ലോ, നിങ്ങളും ഇല്ലേ ഇതിനകത്ത്, നിങ്ങൾ അവിടെ ചുമ്മാ പോയിരുന്ന് ചായ കുടിക്കാൻ പോയിരിക്കുന്നത്. 16 പേര് BJP ആണെങ്കിൽ പോലും ബാക്കി എല്ലാം കൂടെ ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ അവര് 15 പേരോളം അവര് തന്നെ ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഇവിടെ അങ്ങനെയല്ല, എതിർക്കല്ല ധനുഷ ഇവിടെ സംഭവിക്കുന്നത്. അതിനകത്ത് പോയിട്ട് വോട്ടെടുപ്പല്ല അവിടെ നടക്കുന്നത്, ഓരോ വിഷയത്തിൽ ചർച്ചയാണ്. ഈ 16 പേര് ഇരുന്നാൽ എന്താ ഒരുത്തം പോരെ? ചർച്ച ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പോരെ? ഈ സാധനം ഇത് ഇങ്ങനെയാണ്, ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ പറ്റണ്ടേ ഇത്? അല്ലാതെ അവിടെ ഇത് കണക്ക് ഇതല്ലല്ലോ, വോട്ടെടുപ്പും കാര്യങ്ങളും അല്ലല്ലോ, കൈപൊക്കലല്ലല്ലോ അവിടെ നടക്കുന്നത്. ഇതല്ലേ നടക്കുന്നത്? അത് പറ്റത്തില്ല. ഇന്നിപ്പോ അമിത്ഷാ ചർച്ചയ്ക്ക് വിളിച്ചു, അത് വരത്തില്ല. ഞങ്ങൾ അമിത്ഷായുടെ പ്രസംഗം ഒന്നും കേൾക്കാൻ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചയ്ക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. എടാ ഇന്നലെ വരെ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അമിത്ഷാ ചർച്ചയ്ക്ക് വരണമെന്നല്ലേ പറഞ്ഞു, മറുപടി പറയൂ, അങ്ങനെ ഓടി വിളിക്കുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളി തന്നെ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന്, ഇതിപ്പോ ഞാൻ ചർച്ചയ്ക്ക് റെഡിയാണെന്ന് പറയുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഇപ്പൊ ചർച്ച വേണ്ടെന്ന്, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല അമിത്ഷായുടെ ചർച്ചയ്ക്ക്. ഇതാണ് ഇവരുടെ ഒരു പണി. ഇവർക്ക് ഇത് FCRA തട്ടിക്കൊണ്ടു പോകണം, നീങ്ങി പോകില്ല ഈ സാധനം. ഈ പാർലമെന്റ് സെഷനിൽ തന്നെ ഇത് അവതരിപ്പിക്കും, ഒന്നുകിൽ അത് പാസ്സാക്കി എടുക്കും ഈ സെഷനിൽ തന്നെ, ഇല്ലെങ്കിൽ അത് JPCക്ക് വിടും. ചിലപ്പോൾ ഭേദഗതിയോടുകൂടി അടുത്ത ഇത് സെഷനിൽ പാസ്സാക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഇനി പിന്നോക്കമില്ല, പിന്നോട്ട് പോക്കുമില്ല. കാരണം നമ്മൾ അമേരിക്കയ്ക്കും കൃത്യമായൊരു മറുപടി കൊടുത്തു, ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് ജസ്വാൾ നല്ലൊരു മറുപടിയാണ് കൊടുത്തത്. അതിനകത്ത് പിന്നോക്കമില്ല എന്നുള്ളതാണ് സത്യം.